ലാലേട്ടൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രം ഉപേക്ഷിച്ചു. സാധാരണ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇനി ആർക്കായാലും ഫാൻസിന് വിഷമം, ബാക്കിയുള്ളവർക്ക് വിഷമം. കാരണം ഒരു വലിയ ബഡ്ജറ്റുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തുടങ്ങാൻ പോകുന്നു, അടുത്ത മാസം തുടങ്ങാൻ പോകുന്നു, അതിൻ്റെ ക്യാമറമാൻ എല്ലാം തീരുമാനമായി, അതിൻ്റെ താരനിരകളായി, എല്ലാം ടെക്നിക്കൽ ക്രൂസ് എല്ലാം ആയൊരു സിനിമ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും സന്തോഷിക്കുന്നത്. അത് വേറെ ആരുടെയല്ല, മേജർ രവിയുടെ മോഹൻലാൽ ചിത്രം ഉപേക്ഷിച്ചു എന്നുള്ളൂ. മേജർ രവി തന്നെ ഏകദേശം ഒഫീഷ്യലായിട്ട് അങ്ങ് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അക്കാഡമിയൊക്കെ തുടങ്ങുന്നതിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ സിനിമയൊക്കെ അടുത്തു തുടങ്ങി, ഇനിയും ഞാൻ സംവിധാനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നിയ സംഭവം. കാരണം മേജർ രവി ഒരുപാട് സംവിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇനി മോഹൻലാൽ ഫാൻസിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ളൊരു പേടിയാണ്. കാരണം എന്തായാലും ബോംബാ, സംശയം വേണ്ട. ആയതൊരു കീർത്തി ചക്രയോ പിക്കറ്റ് 43 അതിൻ്റെ നിർമ്മാതാവ് പറഞ്ഞു പൃഥ്വിരാജും അതിൻ്റെ ജോമോൻ ടി ജോൺ നമ്മുടെ ക്യാമറാമാനോടെ ചെയ്തതാണ്. അതോടെ പറഞ്ഞതോടുകൂടി ആയിരിക്കും ഇദ്ദേഹം ചിലപ്പോൾ സിനിമ നിർത്തിയത് പോലും. കാരണം അതൊരു മോഹൻലാലിന് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മോഹൻലാൽ എന്തായാലും ഒരു സൗഹൃദം വെച്ച് ഡേറ്റ് കൊടുക്കുന്ന മേജർ രവിക്ക്, മേജർ രവിയുടെ ക്വാളിറ്റിയൊക്കെ മോഹൻലാലിന് കൃത്യമായിട്ട് അറിയാമായിരിക്കും. സൗഹൃദം വെച്ച് ഡേറ്റ് കൊടുക്കുന്നതാണ്. അതാണ് മോഹൻലാലിന് പലപ്പോഴും പല സിനിമകളിലും പരാജയം വന്ന് സൗഹൃദത്തിൻ്റെ മണ്ടയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നതാണ്. എന്തായാലും മേജർ രവി നിർത്തിയോടുകൂടി ഒരു സൗഹൃദം ഇച്ചിരി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ബി ഉണ്ണികൃഷ്ണനെ പോലുള്ളവരോട് ഇനി അടുപ്പിക്കാതിരുന്ന മോഹൻലാലിന് ഇച്ചിരി ഗുണമല്ല, വലിയ ഗുണങ്ങൾ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്.